സംസ്ഥാനത്തെ സ്കൂളുകൾ അടുത്ത 3-ാം തീയതി തുറക്കുകയാണ്. മുന്നൊരുക്കങ്ങൾ തകൃതി. സ്കൂൾ തുറക്കാൻ വെറും ഒരാഴ്ച മാത്രം അവശേഷിക്കെ പരിഹരിക്കപ്പെടാത്ത പ്രതിസന്ധികൾ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക ഉയർത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇത്തവണയും സർക്കാർ പരിഗണിച്ചില്ല. പാലും മുട്ടയും നൽകുന്ന പോഷകാഹാര പദ്ധതി പ്രത്യേക പദ്ധതിയാക്കണമെന്ന ആവശ്യം ധനവകുപ്പ് തള്ളിക്കളഞ്ഞു. സ്കൂൾ തുറക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പേറുന്നത് പ്രഥമാധ്യാപകർക്കായിരിക്കും. സ്കൂൾ നടത്തിപ്പിനപ്പുറമുള്ള പ്രധാനപ്പെട്ട വലിയൊരു വെല്ലുവിളി അവരെ കാത്തിരിക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. തുച്ഛമായ തുക കൊണ്ട് നിരവധി പേർക്ക് അന്നം കണ്ടെത്തണം. ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കണമെന്ന പ്രഥമാധ്യാപകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2016 നിശ്ചയിച്ച നിരക്കാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനിടയിൽ സാധനങ്ങളുടെ വില പല മടങ്ങ് വർദ്ധിച്ചു. സപ്ലൈകോ തന്നെ വിപണി വിലയ്ക്ക് അനുസൃതമായി വിലയിൽ വലിയ വർധന വരുത്തി. അപ്പോഴും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് നൽകുന്ന തുക വർദ്ധിപ്പിച്ചില്ല. ആഴ്ചയിലെ 5 പ്രവൃത്തി ദിവസത്തേക്ക് ഒരു കുട്ടിക്ക് സർക്കാർ അനുവദിക്കുന്നത് 40 രൂപ. ഇതിൽ പാലിനും മുട്ടയ്ക്കും വേണ്ടി 23 രൂപ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കി 17 രൂപ ഉപയോഗിച്ച് വേണം 5 ദിവസത്തെ ഊണിനുള്ള ചെലവുകൾ കണ്ടെത്താൻ. ഒരു കുട്ടിക്ക് ഒരു ദിവസം ശരാശരി ലഭിക്കുന്നത് 3 രൂപ 40 പൈസയാണ്. ഈ ഊണ് നൽകാൻ അരി സപ്ലൈകോയിൽ നിന്ന് കിട്ടുമെന്നതൊഴിച്ചാൽ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, ഗ്യാസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാത്തിനും കൂടി 5 ദിവസത്തേക്ക് 17 രൂപയാണ് അനുവദിക്കുന്നത്. ഇത് 2016 നിശ്ചയിച്ചൊരു നിരക്കാണ്. ഈ നിരക്കിൽ ഇത് നടത്തിക്കൊണ്ടുപോയാൽ ആർക്കും സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഇതുവരെ കൃത്യമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഈ നിരക്കനുസരിച്ച് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും സർക്കാർ മുഖം തിരിക്കുകയാണ്. ഈ തുക തന്നെ കൃത്യസമയത്ത് അനുവദിക്കുന്നുമില്ല. ബാങ്ക് ലോൺ എടുത്തും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും സഹപ്രവർത്തകരിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് പ്രഥമാധ്യാപകർ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്ന പോഷകാഹാര പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയോട് കൂട്ടിച്ചേർത്ത് സംസ്ഥാന സർക്കാരാണ്. പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത് പ്രത്യേക പദ്ധതിയാക്കി മാറ്റണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ധനവകുപ്പിനോട് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ നിർവാഹമില്ലെന്നാണ് ധനകാര്യ വകുപ്പിന്റെ നിലപാട്. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.